നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന എന്നാൽ നിങ്ങൾക്കെല്ലാം സുപരിചിതരായ CITUവിന്റെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും നേതാക്കളെ അവരുടെ എല്ലാം പേരുകൾ ഞാനും പറഞ്ഞതായിട്ട് ദയവായി പരിഗണിക്കുക. നമ്മൾ ഇന്ന് അത്യസാധാരണമായ ഒരു സമരത്തിലാണ് പങ്കെടുക്കുന്നത്. കടലിൽ തൊഴിലാളികളുടെ അവകാശ സമരത്തിന്റെ നിത്യപ്രചോദനമായ ചെങ്കുടികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ നൂറുകണക്കിന് സമരയാനങ്ങളിൽ ഇവിടെ അണിനിരന്നിരിക്കുകയാണ് ഈ കടലിൽ. അങ്ങനെ കടലിനെ ഒരു സമരത്തിന്റെ സംഗ്രാമഭൂമിയാക്കി മാറ്റുന്ന അത്യപൂർവമായ സമരങ്ങളുടെ ചരിത്രത്തിലെ അത്യന്തം സർഗാത്മകമായ ഒരു ഇടപെടലാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഇന്നിപ്പോൾ നടത്തുന്നത്. അങ്ങനൊരു സമരത്തിലേക്ക് വരാൻ മത്സ്യത്തൊഴിലാളി സഖാക്കൾ നിർബന്ധിതരായിരിക്കുന്നത് ഈ ഒരു സമരത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് വന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് പിന്നെ മത്സ്യത്തൊഴിലാളികളായി ജീവിക്കാൻ കഴിയില്ല. അതിന്റെ കുറെ കാര്യങ്ങൾ അത് സംബന്ധിച്ച് നല്ല ഗ്രാഹ്യമുള്ള സഖാക്കൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ രണ്ടു വശങ്ങളുണ്ട് നാം നടത്തുന്ന ഈ സമരത്തിന്റെ അർത്ഥവും പ്രാധാന്യവും പരിശോധിക്കുമ്പോൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ട്. ഒന്ന്, നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ മേഖലയെയും സ്വകാര്യവൽക്കരിച്ച് അത് കുത്തകകൾക്ക് തീരെഴുതി നമ്മുടെ നാടിന്റെയും ജനങ്ങളുടെയും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒക്കെ തീരാ നഷ്ടം സൃഷ്ടിച്ചുകൊണ്ട് ഒരുപിടി വരുന്ന കുത്തകകൾക്ക് തടിച്ചു കൊഴിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് കടൽ സമ്പത്ത്, കടലിലുള്ള ധാതു വിഭവങ്ങൾ ഇതെല്ലാം വൻതോതിൽ കൊള്ളയടിക്കാൻ സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുക്കുന്ന തീരുമാനം ഇപ്പൊ കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങനെ കടൽ സമ്പത്ത് ഖനനം നടത്താനും അത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാനും ഇത് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ അനുവദിച്ചിരുന്നില്ല. കടൽ സ്വകാര്യ മേഖലയ്ക്ക് കൊള്ളയടിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുന്ന നിയമ ഭേദഗതി എങ്ങനെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് പാസാക്കിയെടുത്തത്? ഓരോ ഘട്ടത്തിലും ഇവർ നടത്തിയിട്ടുള്ള കൊടുംചതികൾ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ പാർലമെന്റ് മണിപ്പൂർ വിഷയത്തിൽ പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ, അതിനോട് ബന്ധപ്പെട്ട് പാർലമെന്റ് നടപടിക്രമങ്ങൾ തന്നെ അസാധ്യമായിരിക്കുമ്പോൾ, അതിനോട് ചേർത്ത് നമ്മൾ ഓർക്കണം, 150ഓളം പാർലമെന്റ് മെമ്പർമാരെ RSSും നരേന്ദ്രമോദി ഗവൺമെന്റും കൈക്കൊണ്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. ഇങ്ങനെയെല്ലാം പാർലമെന്റ് സാധാരണ നടപടിക്രമങ്ങളുമായി ചർച്ചകൾ നടത്തി സ്വാഭാവികമായി നിയമനിർമ്മാണ നടപടികളുമായി മുന്നോട്ട് പോകുന്ന നിലയിലല്ലാതെ ഇന്ത്യൻ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്ന സമയത്ത് അവിടുത്തെ ബഹളങ്ങൾക്കിടയിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് ചർച്ച ചെയ്ത് ഭേദഗതികൾ അവതരിപ്പിച്ച് അവരുടെ ചുമതലകൾ നിറവേറ്റാൻ അവസരം കൊടുക്കാതെ കള്ളത്തരത്തിൽ പാസാക്കിയെടുത്തതാണ്, പിൻവാതിലിലൂടെ പാസാക്കിയെടുത്തതാണ് ഈ ഭേദഗതി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് ഇവിടെ ചൂണ്ടിക്കാണിച്ചു മുമ്പ് സംസാരിച്ച സഖാക്കൾ, തീരദേശമുള്ള സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്യണ്ടേ? തീരദേശവും കടലുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ പാർലമെന്റ് ചർച്ച ചെയ്തില്ല, പിൻവാതിലൂടെ പാസ്സാക്കി. കേരളത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ആകെ തീരദേശത്തിന്റെ 8% കേരളത്തിലാണ്. കേരളത്തിനുണ്ട്. ചില സംസ്ഥാനങ്ങൾക്ക് തീരദേശം ഇല്ല, കാര്യം ഉൾനാടൻ മധ്യപ്രദേശിനില്ല.
ജാർഖണ്ഡിനില്ല, അങ്ങനെ കുറെ സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ കേരളം അങ്ങനല്ല. 8% മാത്രം തീരപ്രദേശമുള്ള കേരളമാണ് കയറ്റുമതി ചെയ്യുന്ന മത്സ്യത്തിന്റെ വലിയൊരു ഭാഗം. 15 മുതൽ 20-25% വരെയുള്ള മത്സ്യം. സമയങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരും. അപ്പൊ മത്സ്യബന്ധന രംഗത്തെ വലിയ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് മാത്രമല്ല, മത്സ്യസമ്പത്ത്, കടലിലെ മത്സ്യസമ്പത്ത് സംബന്ധിച്ച പഠനങ്ങളിൽ വെളിപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഐക്യരാഷ്ട്ര സഭയുടെ തന്നെ പല ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിലൂടെ വ്യക്തമായിട്ടുള്ളത്, ലോകത്തെ കടലിലെ മത്സ്യസമ്പത്ത് നിരന്തരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കടലിലെ മത്സ്യസമ്പത്തിനെ ശാസ്ത്രീയമായിട്ടല്ലാതെ അടിച്ചു കലക്കി അടിത്തട്ട് മുതലുള്ള മത്സ്യങ്ങൾ, വലിയ കപ്പലുകൾ പോലുള്ള മത്സ്യബന്ധന യാനങ്ങൾ കൊണ്ടുവന്ന് കുത്തകകൾ, ഇത് മുഴുവൻ ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെയുള്ള വലിയ മത്സ്യസമ്പത്ത് തരുന്ന കടലിന്റെ മത്സ്യസമ്പത്ത് തുറന്നും നൽകിക്കൊണ്ടിരിക്കാനുള്ള ശേഷി അടിക്കടല് വരെ അടിച്ചുവാരി പിടിക്കാൻ പാടില്ല എന്ന തത്വം, അത് കുത്തകകളാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്, കുത്തകളുടെ പിടിയിലാണ് ഇന്ന് ലോകം എന്നതുകൊണ്ട് ഇത്തരത്തിൽ പാരിസ്ഥിതിക സന്തുലനം സംരക്ഷിച്ചുകൊണ്ട് കടൽ സമ്പത്ത് ശാസ്ത്രീയമായി മാത്രം എടുക്കാവുന്നത് മാത്രം കടലിൽ നിന്ന് എടുക്കുക. മത്സ്യത്തൊഴിലാളികളുടെ സമീപനം അതാണ്. അതിന് വിരുദ്ധമായ നയം ലോകത്ത് പിന്തുടരുന്നതിന്റെ ഭാഗമായി ലോകത്ത് മിക്കവാറും എല്ലാ സമുദ്രങ്ങളിലും ലഭ്യമാവുന്ന മത്സ്യത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ ആ കുറവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറേബ്യൻ കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടാകുന്നുണ്ടെങ്കിലും ലോകത്ത് മറ്റു സമുദ്രങ്ങളിൽ ഉണ്ടാകുന്ന മത്സ്യസമ്പത്തിന്റെ കുറവിന്റെ അത്ര തോതിലല്ല നമ്മുടെ ബംഗാൾ ഉൾക്കടലിലെയും അറേബ്യൻ സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും മത്സ്യത്തിന്റെ കുറവ്. ഇതാണ് കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കൊല്ലം പരപ്പ്. അത് യഥാർത്ഥത്തിൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഈയിടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കൊല്ലം പരപ്പ് എന്ന് പറയുമ്പോൾ പേര് കൊല്ലത്തിനാണെങ്കിലും തിരുവനന്തപുരവും ആലപ്പുഴ ഇതിനകത്തുണ്ട്. വർക്കല മുതൽ തുടങ്ങി അമ്പലപ്പുഴ വരെ നീണ്ടു കിടക്കുകയാണ് ഈ കൊല്ലം പരപ്പ് എന്ന് പറയുന്ന പ്രദേശം. ഈ കൊല്ലം പരപ്പ് എന്ന് പറയുന്ന പ്രദേശം ലോകത്തെ തന്നെ മത്സ്യസമ്പത്തിന്റെ 22 മുഖ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ലോകത്ത് നാനാ സമുദ്രങ്ങളിലുമുള്ള മത്സ്യസമ്പത്ത് പ്രജനനത്തിൽ, അതിന്റെ വളർച്ചയിൽ ഒക്കെ പ്രാധാന്യമുള്ള ശാസ്ത്രീയ പഠനത്തിൽ കണ്ടെത്തിയ 22 മത്സ്യസമ്പന്ന സമുദ്ര മേഖലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കൊല്ലം പരപ്പ്. സഖാവ് ചിത്തരഞ്ജൻ ഇവിടെ കിട്ടുന്ന കുറെ മത്സ്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു. അക്കൂട്ടത്തിൽ മണൽ ലോബ്സ്റ്ററും ഉണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതെ, അങ്ങനെ അതിപ്പോ അതിനകത്ത് മണൽ ലോബ്സ്റ്ററെ കുറിച്ച് പറയുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ചിത്തരഞ്ജനാണെങ്കിൽ വളരെ ഇഷ്ടമുള്ളതാണ് ഈ ലോബ്സ്റ്റർ, മണൽ ലോബ്സ്റ്റർ. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന ഈ കുത്തകകൾക്ക് നമ്മുടെ ഈ കടലെല്ലാം തീരതി കൊടുക്കുന്ന നയം നടപ്പാക്കപ്പെട്ടാൽ ഈ മണൽ ലോബ്സ്റ്റർ ഒന്നും പിന്നെ ഇവിടെ ഉണ്ടാവില്ല. അടിച്ചു കലക്കി ഇവിടെ നിന്നുള്ള മണലിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് ഉടനെ ഊറ്റിയെടുക്കുക. അതാണ് ഇത്. വളരെ ലോകത്തെ വലിയൊരു ചിന്തകൻ നോം ചോംസ്കി പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ എല്ലാം സമീപനം മനുഷ്യന് മേല് പ്രകൃതിക്ക് മേൽ ലാഭത്തെ പ്രതിഷ്ഠിക്കുക. ലാഭം കിട്ടുമെന്നുണ്ടെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവിനെയും കൊല്ലും. ആ സമീപനമാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ തീരുമാനം ആദ്യം ഒരു ടെസ്റ്റ് കേസായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കൊല്ലം പരപ്പ്. ഇതോടൊപ്പം ഗുജറാത്തിലെ പോർബന്ദർ, ഈ നരേന്ദ്രമോദിയുടെ എല്ലാം ആ ഗാന്ധി വിരോധം ഇതിനകത്ത് വരുന്നുണ്ട്. ഗുജറാത്തിൽ മഹാത്മാഗാന്ധി ജനിച്ച പോർബന്ദർ തന്നെ ആകട്ടെ ഖനനത്തിന് എന്നാണ് മോഡി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാവും ആ വൈരാഗ്യ മനസ്സ് ഇവിടെ ഉണ്ടാവും. പിന്നെ ആൻഡമാൻ നിക്കോബാർ സമുദ്രതീരം, ഇവിടെ 3 സ്ഥലത്താണ് കടൽ ഖനനത്തിന്റെ 1ാം ഘട്ടത്തിന് അനുമതി കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്.